ഒരു മോഷനാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. SHM എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല, ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിവിടെ ഒരു സിമ്പിൾ പെൻഡുലം കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഒരു സിമ്പിൾ പെൻഡുലത്തിനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ പൊസിഷനെ ഞാൻ മീൻ പൊസിഷൻ എന്നാണ് പറയുക, മീൻ പൊസിഷൻ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഈ ബോബിൽ പിടിച്ചിട്ട് ഞാൻ ഇതിനെ ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു ആണല്ലോ. അപ്പോൾ ഞാനൊരു ഫോഴ്സ് കൊടുത്തു, ഞാൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോഴ്സ്. ഇത് അപ്ലൈഡ് ഫോഴ്സാണ്. ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫോഴ്സ് എന്ന് പറയുന്നത് റീസ്റ്റോറിങ് ഫോഴ്സാണ്. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഏത് പൊസിഷൻ എയിം ചെയ്തിട്ടായിരിക്കും? മീൻ പൊസിഷനിലോട്ടായിരിക്കും. അപ്പോൾ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഈ സാധനം തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അപ്പോൾ ഞാനിവിടെ ഇങ്ങോട്ടാണ് വലിച്ചുകൊണ്ട് പോയത്. അപ്പം ഞാൻ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാക്കിയത് X ആണ് അല്ലേ. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇതിനെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ കൂടുതലായിട്ട് റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടായേനെ. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഓക്കെ, ഞാൻ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാക്കിയത് ഇങ്ങോട്ടാണ്. അപ്പോൾ എന്ത് ക്ലിയർ ആണ്? ഡിസ്പ്ലേസ്മെൻറ്റും റീസ്റ്റോറിങ് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇനി കൂടുതൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാക്കിയാൽ കൂടുതൽ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലുണ്ടായാൽ റീസ്റ്റോറിങ് ഫോഴ്സും കൂടുതലുണ്ടാവും. അപ്പോൾ അത് രണ്ടും ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ്. അപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്? എഫും എക്സും ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ്. അതുകൂടാതെ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. ഏതെങ്കിലും ഒരു മോഷനിൽ ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ആ മോഷനെ എല്ലാം വിളിക്കുന്ന ജനറൽ പേരാണ് SHM എന്ന് പറയുന്നത്. ഞാനൊന്നും കൂടെ പറയാം, നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഫീൽ ചെയ്ത് കാണും. ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിനെ എടുത്തു. ഇതാണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഈ പൊസിഷനെ ഞാൻ മീൻ പൊസിഷൻ എന്നാണ് പറയുക. ഞാൻ ഈ ബോബിൽ പിടിച്ച് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തു അല്ലേ. അപ്പം ഞാൻ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് X ആണ്. ഞാൻ ഇങ്ങോട്ട് വലിക്കും തോറും അങ്ങോട്ട് ഈ മീൻ പൊസിഷൻ എയിം ചെയ്ത് എന്തുണ്ടാവും? റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. ഞാൻ കൂടുതൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും ആണല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും റീസ്റ്റോറിങ് ഫോഴ്സും ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ്. അപ്പോൾ ഇത് രണ്ടും ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ്. ഇനി അടുത്ത കാര്യം, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്, റീസ്റ്റോറിങ് ഫോഴ്സ് അങ്ങോട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇടാം. ഏതെങ്കിലും ഒരു മോഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതാൻ പറ്റുമെങ്കിൽ ആ മോഷനെല്ലാം സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ ഇൻ എനി മോഷൻ ഇഫ് ദ റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് directly proportional to displacement from mean position and is in the opposite direction of displacement, the motion can be called as SHM. In any motion, if the restoring force acting on the particle is directly proportional to displacement from mean position and is in the opposite direction of displacement, you can call the motion as SHM. So in SHM you can write the condition F proportional to negative X or F is equal to a constant K into negative X. So it becomes minus Kx. If you can write this equation for any motion, that motion can be called by the name SHM. ഏതെങ്കിലും ഒരു മോഷനിൽ ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെച്ചാൽ ആ മോഷൻ എന്താണ്? SHM ആണ്. So what do you mean by SHM? In any motion, if the restoring force acting on the particle is directly proportional to displacement from mean position and is in the opposite direction of displacement, the motion can be called as SHM. Then restoring force and displacement are in direct proportion. So you can write direct proportion symbol, but they are in the opposite direction. So you must keep a negative sign here. So F proportional to minus X, F is equal to a constant K into minus X. So we get an equation F is equal to minus Kx. If we can write this condition anywhere for any motion, that motion will be known by the name SHM. Is it clear? So in any motion, if the restoring force acting on the particle is directly proportional to displacement from mean position and is in the opposite direction of displacement, the motion is known by the name SHM. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഞാൻ പറയുന്നത് SHMലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM. SHMലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ
ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നാണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള മാത്സ് ടീച്ചർ പഠിപ്പിച്ച ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. y ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി, ഓർമ്മയുണ്ടോ? y ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ആണല്ലോ? ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. അതുപോലെ y ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ് ഇത്? അല്ലെങ്കിൽ ഏറ്റവും ബ്രീഫായിട്ട് ഇതൊന്നും വേണ്ട, നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. y ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? പരാബോളയുടെ ഇക്വേഷനാണ്, നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ y ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. y ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത് പരാബോളയുടെ ഇക്വേഷനാണ് എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ നമ്മളവിടെ ആ കാര്യങ്ങളെല്ലാം കണ്ടതാണ്. അതുപോലെ SHMലുള്ള ഒരു പാർട്ടിക്കിൾ എൻ്റെ കയ്യിലുണ്ട്. SHMലുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ എക്സ് എന്നാണ് വിളിച്ചത്. ആ എക്സ് എന്ന് പറയുന്നത് എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനുണ്ട്. അത് ഇതേപോലെ ഒരു ഇക്വേഷനാണ്. ഇതാ ഞാൻ എഴുതുന്നത് എ സൈൻ ഒമേഗ ടി പ്ലസ് 50 എന്നാണ്. എന്താണ് ഞാൻ എഴുതിയത്? എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 50 എന്നാണ്. ഇതിനകത്ത് എ എന്ന് പറയുന്നത് നമ്മുടെ ആ പാർട്ടിക്കിളിൻ്റെ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഇതിനകത്ത് ഇവിടുത്തെ ആംഗിൾ, സൈനിൻ്റെ ആംഗിൾ അല്ലേ ഒമേഗ ടി പ്ലസ് 50. ഒമേഗ ടി പ്ലസ് 50യെ അവിടുത്തെ ആംഗിൾ എന്ന് വിളിക്കാം. ഇതിനെ ഞാൻ ഫേസ് എന്നാണ് പറയുക. എന്താ പറയുക? ഫേസ്. ഓക്കെ. ഇനി 50യെ ഞാൻ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയും. എന്താ പറയുക? ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ അതിന് എപ്പോക്ക് എന്ന് പറയും. കണ്ടോ? അപ്പോൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ SHMലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ജനറലായിട്ട് നിങ്ങൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളത് ബൈഹാർട്ട് ചെയ്യണം. നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? അതുപോലെ SHMലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നിങ്ങൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 50 എന്നെഴുതണം. 5. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 50. ഇതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡാണ്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ടി ടൈമാണ്. ഇതിനകത്ത് 50യെ നമ്മൾ ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ എപ്പോക്ക് എന്ന് വിളിക്കും. ഇവിടുത്തെ ഈ ഫുൾ ആംഗിളിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് എന്ന്. ഇനി ഇത് ഇഷ്ടമല്ലാത്ത ആളുകൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ എഴുതിയാലും മതി. എക്സ് ഇസ് ഈക്വൽ ടു എ നമ്മളിവിടെ എ സൈൻ എന്നല്ലേ എഴുതിയത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 50 എന്ന് എഴുതിയാലും മതി. ഓർത്ത് വെച്ചോണം. SHMലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു പറയൂ എ സൈൻ ഒമേഗ ടി പ്ലസ് 50 എന്നോ അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 50 എന്നോ റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഇറൈസ് ചെയ്യാനതെല്ലാം. അപ്പോൾ അതാ സമാധാനമായിട്ട് എനിക്ക് പറഞ്ഞു തരിക. സി you have studied the equations for straight line, parabola, everything. Am I right? So like that, see here we are discussing about SHM. So we have a particle in SHM. See the displacement of the particle can be generally represented as x is equal to a sin omega t plus 50. Okay. Then here a is amplitude. Then omega t plus 50 is what? Phase. It is phase. Then 50 is initial phase. What is it? Initial phase, or it is otherwise known as epoch. Okay, so that's all about the displacement of a particle in SHM. Otherwise you can write x is equal to a cos omega t plus 50. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സോ വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ SHM? എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 50 ഓർ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 50. എ ഈസ് ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ടി പ്ലസ് 50 ഈസ് ഫേസ്, 50 ഈസ് കോൾഡ് ഇനീഷ്യൽ ഫേസ്. ഇനീഷ്യൽ ഫേസ് ഈസ് അതർവൈസ് നോൺ ആസ് എപ്പോക്ക്. ഓക്കെ, അടുത്തതിലേക്ക് പോകാമല്ലോ.